ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താൻ എന്നോടൊപ്പം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ, സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ബർത്ത്ഡേ. ആ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നോട് തനിക്ക് പറയാനുള്ളതൊക്കെ അതിലുണ്ട്. തൻ്റെ മനസ്സിലെ പ്രണയം പരിപൂർണമായി എനിക്ക് കൈമാറിയ ഫീലായിരുന്നു. ഓഫ് കോഴ്സ് സിത്താര മാഡത്തിന്റെ ഗിഫ്റ്റ് വിലപിടിച്ചതാണ്. പക്ഷേ എന്റെ മനസ്സിനെ തൊട്ടത് തൻ്റെ ആ ക്യൂട്ട് പ്രസന്റ് ആയിരുന്നു. എന്തോന്നും മിണ്ടാൻ നിൽക്കുന്നേ? അത് ഞാനെന്ത് പറയാനാ? എടോ, എന്നോടൊരു ആശംസ പോലും പറഞ്ഞില്ലല്ലോ. അതിനി പ്രത്യേകിച്ച് പറയണോ? വേണം. മറ്റാരിൽ നിന്നും കേൾക്കുന്ന പോലെ അല്ലല്ലോ തന്റെ നാവിൽ നിന്ന് കേൾക്കുന്നത്. എന്നും എപ്പോഴും നവീൻ സന്തോഷായിരിക്കട്ടെ. എന്റെ ആശംസകൾ. താങ്ക് യു. സാറേ, അതെ, അവിടെ എല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുവോ? നിങ്ങളുടെ ഈ ഒളിച്ചും പാത്തുള്ള പ്രേമം ഉണ്ടല്ലോ, അത് കുറച്ചു കഴിഞ്ഞു ആവാന്നേ. താനൊന്ന് പോടോ. ഓ ശരി. കഥ തവ സിനി, ഗാഥമോള് പുറത്തു നിൽക്കുന്ന അപകടമാണ്. അവളെ അവിടെ നിന്ന് മാറ്റണം. ശരി മാം. ഗാഥ മാഡം, ഇവിടെ നിൽക്കണ്ടെന്ന് മമ്മി പറഞ്ഞു. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് പോലും ബുദ്ധിമുട്ടായി അല്ലേ? ഗാഥ മാഡത്തിനോട് ഇത് ആദ്യമേ പറഞ്ഞിരുന്നല്ലേ? ഗാഥ മാഡം നിർബന്ധപൂർവ്വം കയറി വന്നതുകൊണ്ടല്ലേ അപകടത്തിന്റെ സൂചന കാണേണ്ടി വന്നത്? ഇവിടെ വന്നതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. അവളുണ്ടല്ലോ, ആ കൃഷ്ണ, അവൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? അവളുടെ അമ്മ എന്തിനാ ഈ ഫംഗ്ഷന് വന്നേ? അത് മാഡം അത് മാഡം എന്നല്ല, അവളെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ഞാൻ സെലക്ട് ചെയ്തത് ലക്ഷങ്ങളുടെ പ്രസന്റാ. അവള് കൊടുത്ത ചീപ്പ് പ്രസന്റ് ആണ് നവീൻ ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഈ ജനലരികിൽ കൊണ്ടു നിർത്തിയ അവളെ പ്രണയിച്ചത്. ഞാനെല്ലാം കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. മാം വീട്ടിലേക്ക് വന്നിട്ട് മാഡം ഇപ്പൊ പുറത്തേക്ക് പോ. അവളെ ഞാൻ കൊല്ലും. എന്റെ നവീനെ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ കൊന്നിരിക്കും. മാഡം, ഇപ്പൊ എല്ലാവരും ഊണ് കഴിക്കാൻ വരുന്ന സമയോ. ഇപ്പൊ പുറത്തു പോകാൻ എളുപ്പമാ. പ്ലീസ്. എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ. ഏത് തീരുമാനം എടുക്കേണ്ടെന്ന് എനിക്കറിയാം.